ഇനിയുള്ള സെഷനിൽ നമ്മൾ മെറ്റാ അനാലിസിസിലേക്ക് മാറുകയാണ്. അല്പം ടെക്നിക്കലാണ്, പക്ഷേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അധികം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ട് കാര്യമാണ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഡാറ്റയെ നമ്മൾ ആദ്യം ഫിഷേഴ്സ് സെഡ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറ്റും. അതിൻ്റെ ബേസിൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് ഫോറസ്റ്റ് ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 40-50 റിസർച്ചുകൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10, 20, 25 എത്രയാണ് നാരോ ചെയ്ത് ഇത്രയും ചെയ്ത, അതായത് സൈറ്റേഷൻ അനാലിസും ബിബ്ലിയോമെട്രിക് അനാലിസും കോൺസെപ്റ്റ് റിവ്യൂ എല്ലാം ശേഷമായിട്ട് നാരോ ചെയ്ത റിസർച്ചുകളെ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓരോ റിസർച്ചിൻ്റെയും കിട്ടിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ്, കിട്ടിയ റിലേഷൻഷിപ്പ്, കോറിലേഷൻ ഡാറ്റ ആയിരിക്കാം, ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡാറ്റ ആയിരിക്കാം. ഈ കിട്ടിയ ഡാറ്റയുടെ ബേസിസിൽ ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്ത് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഓവറോൾ ഇത്രയും കാലം ഈ ഫീൽഡിൽ നടന്ന റിസർച്ചിൻ്റെ ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക് എടുത്തെങ്കിൽ അതിനകത്ത് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻ്റ് എന്നൊരു ടോപ്പിക് എടുത്തെങ്കിൽ അതിൻ്റെ എംപ്ലോയി നോർമറ്റീവ്, അഫക്റ്റീവ് എന്നൊക്കെ പല ഡൊമൈനുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും ഓരോ റിലേഷനും ഓരോ ഐറ്റംസും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുള്ള ഓരോ ഐറ്റംസും എങ്ങനെ ഡിപെൻഡൻറ്റ് വേരിയബിളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഓരോന്നിൻ്റെയും തമ്മിലുള്ള സ്ട്രെങ്തിനെ അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെറ്റാ അനാലിസിസ്. അതായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിശദീകരണം. ഈ വിശദീകരണം വെച്ച് നോക്കുകയാണെങ്കിൽ പല റിസർച്ചുകളിലും പലരും പല രീതിക്ക് പഠിച്ച് ഓരോ വേരിയബിൾസിനുമുള്ള റിലേഷൻഷിപ്പ്, ഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പല രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന് മുഴുവൻ ആകത്തുക സമ്മേറ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള ഇഫക്റ്റ് എന്താണ്, ആ ഇഫക്റ്റിൻ്റെ സൈസ് കണ്ടുപിടിച്ചിട്ട് ആ ഇഫക്റ്റ് സൈസിൻ്റെ ആവറേജിനെ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് മെറ്റാ അനാലിസിസ് പറയുക. ഈ സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ മാത്രം, അതായത് ഈ ഒരു സമയം കൊണ്ട് കാണിക്കാൻ അത്രയും കാര്യങ്ങൾ കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. നമുക്ക് കിട്ടിയ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത റിസർച്ചിനകത്ത് ഇതിനകത്ത് നമ്മൾ കാണാൻ ആയിട്ട് ശ്രമിക്കുന്ന ഇത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സമ്മേ ടോട്ടലായിട്ടുള്ള ഇഫക്റ്റ്, ഈ ഒരു ഇഫക്റ്റ് കണ്ടുപിടിക്കുക. അതാണ് ആദ്യത്തെ 2 വേരിയബിൾ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എല്ലാ റിസർച്ചുകളിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനകത്ത് 4-5 ഐറ്റംസ് അല്ലെ 4-5 വേരിയബിൾ എങ്ങനെ ഡിപെൻഡൻറ്റ് വേരിയബിളിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെ കമ്പോണൻസ് ഓഫ് ഏതെങ്കിലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അഫക്റ്റീവ്, നോർമറ്റീവ് പോലെയുള്ള ഡിഫറെൻറ്റ് വേരിയബിൾ ഓരോന്നും എങ്ങനെ ഈ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ എംപ്ലോയി പെർഫോമൻസിനെ ബാധിക്കുന്നു എന്നാണെങ്കിൽ, നോർമറ്റീവ് കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അഫക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനെ ഓരോ ലെവലിലാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരേ സമയത്ത് 2 വേരിയബിൾ വെച്ച് ചെയ്താണ് ഈ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ ഇഫക്റ്റ് സൈസ് എന്താണ് പഠിക്കുക. അതാണ് ആദ്യത്തെ മെറ്റാ അനാലിസിസ് ചെയ്യുക. അപ്പോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ 2 വേരിയബിൾ തമ്മിലുള്ള നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന 30, 40 അല്ലെങ്കിൽ 20 റിസർച്ചിൻ്റെ ഔട്ട്പുട്ടിനകത്ത് നമുക്ക് കിട്ടുന്ന ഓരോന്നിൻ്റെയും ഇതിൻ്റെ ടോട്ടൽ ഇഫക്റ്റ്, ഇത്രയും കാലമുള്ള പഠനങ്ങൾ വഴി റിസർച്ചുകൾ വഴി കിട്ടിയേക്കുന്ന ടോട്ടൽ ഇഫക്റ്റ് എത്രമാത്രം ഉണ്ട് എന്ന് പഠിക്കുന്നത്, എത്രമാത്രം സ്ട്രോങ് ആണ്, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യവും അതെന്തുമാത്രം വലുതാണെന്നുള്ളതാണ് ഒരു പരിധിവരെ ഈ മെറ്റാ അനാലിസിസ് ആദ്യം ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ ഓരോ പെയറും ഈ എത്ര വേരിയബിൾസ് ഉണ്ടോ അതിനെ ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ഓരോ പെയറിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് മെറ്റാ അനാലിസിസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന കൊഹൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പഠനമാണ്. കൊഹൻ്റെ മെഷർമെൻറ്റ്സ് ഫിഷേഴ്സ് ഇസഡിനകത്ത് വരിക, നമുക്ക് കിട്ടുന്ന ഓവറോൾ ഇഫക്റ്റ് 0.1 ഗ്രേറ്റ് ആണ്. ഇതിനെ സ്മോൾ എന്ന് പറയും. 0.3 അതിനേക്കാളും കൂടുതലാണെങ്കിൽ മീഡിയം ഇഫക്റ്റ് എന്ന് പറയും. 0.5 കൂടുതലാണ് ഇങ്ങനെ ലാർജ് ഇഫക്റ്റ് എന്ന് നമ്മൾ പറയും. ഇങ്ങനെയാണ് അതാണ് ടോട്ടൽ ഇഫക്റ്റ്. ഈ നോർമറ്റീവ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എംപ്ലോയി പെർഫോമൻസിനെ 0.5 0.6 കിട്ടിയെങ്കിൽ പറയും വളരെ വലിയൊരു ലാർജ് ഇഫക്റ്റ് ഇത് 2 വേരിയബിളും തമ്മിലുണ്ട് എന്ന് നമ്മൾ സമ്മറൈസ് ചെയ്യും. രണ്ടാമതായിട്ട് ഇതിന് കൊടുക്കേണ്ട നമുക്ക് വേണ്ട ഡാറ്റ എന്ന് പറയുന്നത് 3 കാറ്റഗറിയാണ് വരിക. ഒന്ന്, നമുക്ക് ഒന്നെങ്കിൽ
ഒന്നെങ്കിൽ ഡി ഫാമിലി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആർ ഫാമിലി. ആർ എന്ന് ഡി എന്ന് പറഞ്ഞാൽ ബേസിക്കലി മീനുമായിട്ടുള്ള വ്യത്യാസമാണ് ചെക്ക് ചെയ്യുക. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ വാല്യൂ, പിന്നെ ഈ രണ്ടും കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. രണ്ടാമത്തെ ആർ ഫാമിലി. ആർ ഈസ് നത്തിങ് ബട്ട് കോറിലേഷനാണ്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് പിയേഴ്സൺ കോറിലേഷനാണ്. ഈ മെറ്റാ അനാലിസിലുള്ള മിക്കവാറുള്ള സോഫ്റ്റ്വെയർ എല്ലാം തന്നെ പിയേഴ്സൺ കോറിലേഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ ആർ വാല്യൂ നമുക്ക് വേണ്ടി വരും. മൂന്നാമത്തത് ബാക്കിയുള്ള ഈ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിനകത്ത് മുമ്പും എഫക്റ്റ്, പ്രീയും ആഫ്റ്റർ എഫക്റ്റും ഒക്കെ തമ്മിൽ സെർച്ച് ചെയ്യുന്നതിന് മാത്രമാണെങ്കിൽ ഓഡ്സ് റേഷ്യോയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ പല രീതിയിലാണ് നമ്മൾ എടുക്കുക. ഇതിലേക്ക് കൂടുതൽ പോകണമെന്നില്ല. അത് പിന്നെ നിങ്ങൾ സമയമെടുത്ത് ഇതിനെക്കുറിച്ചുള്ള ഡാറ്റ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. ഇപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് മെറ്റാ അനാലിസിനകത്ത് നമുക്ക് വേണ്ടി വരുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് മീൻ ഡിവിയേഷൻ, സ്റ്റാൻഡേർഡ് മീൻ ഡിവിയേഷൻ എന്തുമാത്രം റിസ്ക് വാല്യൂ, കോറിലേഷൻ ഡാറ്റയൊക്കെയാണ്. ഡി ഫാമിലിയാണ് നമ്മളൊക്കെ ഡാറ്റ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ വാല്യൂ നമുക്ക് ഉറപ്പായിട്ടും വേണ്ടി വരും. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്ലസ് ഓർ മൈനസ് ഇത്ര പോകുന്നുള്ളത്. ആർ ഫാമിലിയുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആർ വാല്യൂ അല്ലെങ്കിൽ കോറിലേഷൻ വാല്യൂ, സാമ്പിൾ സൈസും സ്റ്റഡി നെയിംസുമാണ് വരിക. ഇത് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ കോംപ്രിഹെൻസീവ് മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ്. ഫ്രീ സോഫ്റ്റ്വെയർ ഒന്നും എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അടുത്ത മെറ്റാ അനാലിസിൻ്റെ അടുത്ത ലെവലിലേക്ക് തീർച്ചയായിട്ടും ഞാൻ ഫ്രീ സോഫ്റ്റ്വെയർ കാണിക്കാം. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയറാണ്, കോംപ്രിഹെൻസീവ് മെറ്റാ അനാലിസിസ്. ഇതിൻ്റെ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന, നമുക്കൊരു ട്രയൽ ലൈസൻസ് 10 ദിവസത്തേക്കുള്ള ലൈസൻസ് കിട്ടുന്നുണ്ട്. ആ 10 ദിവസത്തേക്കുള്ള ലൈസൻസ് വെച്ച് നമുക്ക് ഈ സംഗതി ചെയ്യാൻ പറ്റും. ഇവിടെ ആർ വാല്യൂ വെച്ചുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കോംപ്രിഹെൻസീവ് മെറ്റാ അനാലിസിസ് ഇൻസ്റ്റാൾ ചെയ്യുക, ട്രയൽ വെർഷൻ എടുക്കുക. ഇപ്പോൾ ഞാൻ എഴുതുകയാണ് റൺ ആസ് ട്രയൽ. വളരെ എളുപ്പമുള്ള സംഗതിയാണ്. അപ്പോൾ വെൽക്കം കിട്ടി. ഇത് മാത്രം ഫോളോ ചെയ്യുക. ഞാനൊരു ന്യൂ പ്രോജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ക്രിയേറ്റ് എ കോളം ഫോർ ദ സ്റ്റഡി നെയിംസ് ആയിക്കോട്ടെ. ഇപ്പോൾ ഈ ഇത് തന്നെ ഫോളോ ചെയ്യുക. എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതിട്ടുണ്ട്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഇൻസേർട്ട് കോളം ഫോർ സ്റ്റഡി നെയിംസ്. ഓക്കെ, കോളത്തിന് സ്റ്റഡി ലെവൽ നെയിം. ഇനി അടുത്ത നെക്സ്റ്റ് അവർ പറയുന്നത് നമ്മുടെ ഇനി ഇഫക്റ്റ് സൈസ് ഡാറ്റയ്ക്ക് വേണ്ടിയുള്ള കോളം ഇൻസേർട്ട് ചെയ്യാനാണ്. ഞാൻ ഇൻസേർട്ടിൽ പോകുന്നു, കോളം 4 എടുക്കുന്നു, ഇഫക്റ്റ് സൈസ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അത് മാറ്റണമെന്നില്ല. ഇപ്പോൾ കമ്പാരിസൺ തന്നെ കിടക്കട്ടെ. കമ്പയർ ചെയ്താണ് ടോട്ടൽ ഇഫക്റ്റ് സൈസ് എടുക്കുക. ഇനി ഇവിടെ പോയിട്ടാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇനി കോറിലേഷൻ, ഇതിൽ ഞാൻ കൊടുക്കുന്ന ഇപ്പോഴത്തെ ഡാറ്റ, ഈ ഡാറ്റയിൽ ഏത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഒരു പ്രീ ടെസ്റ്റ്, ഒരു ട്രെയിനിങ് നടക്കുന്നതിന് മുമ്പും അതിനുശേഷമുള്ള അനാലിസിസാണ് നടത്തുമെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ അതിവിടെ കൊടുക്കും. കോറിലേഷൻ വാല്യൂ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഞാനിത് കോറിലേഷൻ വാല്യൂ ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടഡ് ഇഫക്റ്റ് സൈസ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കോറിലേഷൻ ഡാറ്റ എന്താ എടുക്കുന്നത്, ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന കോറിലേഷൻ ആൻഡ് സാമ്പിൾ സൈസാണ്. സ്റ്റാൻഡേർഡ് എറർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കോറിലേഷനും അതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ നിങ്ങൾക്കറിയാം. നിങ്ങൾ കോറിലേഷൻ വാല്യൂ എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്നുള്ള എസ്പേസ് കിട്ടാറുണ്ട്. എസ്പേസിൽ ഏത് സോഫ്റ്റ്വെയർ കിട്ടാറുണ്ട്. റിഗ്രഷൻ എടുക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കോറിലേഷൻ ആൻഡ് സാമ്പിൾ വാല്യൂ ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഇത് ഞാൻ ഫിനിഷ് കൊടുക്കുന്നു. സിസ്റ്റം റൺ ചെയ്തു. ഇനി ക്ലോസ് ചെയ്യണം. ഇന്ന് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു എക്സലിൽ ഇപ്പോൾ തന്നെ ഡാറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റ അങ്ങോട്ട് കോപ്പി ചെയ്ത് അതിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യാം. സ്റ്റഡി നെയിം ഇപ്പോൾ ചെയ്തേക്കുന്ന ഈ കിട്ടിയതിനകത്തല്ല, നിങ്ങൾക്ക് ആരുടെ സ്റ്റഡിയാണ്, ബിഗിനെ എന്ന് പറയുന്ന ഒരാളുടെ 2017 സ്റ്റഡി, അതിൽ ഈ 2 വേരിയബിൾ തമ്മിൽ നമ്മൾ എടുത്തേക്കുന്ന വേരിയബിളുമുള്ള കോറിലേഷൻ വാല്യൂ കിട്ടിയിരിക്കുന്നത് 0.567 ആണ്. അയാളുടെ സാമ്പിൾ സൈസ് എത്രയായിരുന്നു, 465. ഇനി ഇഫക്റ്റിൻ്റെ ഡയറക്ഷൻ, അത് ഐഡിയലി നിങ്ങൾ ഓട്ടോ വെച്ചാൽ മതി. ഓട്ടോ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ ചിലപ്പം പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ ഓട്ടോ എടുത്തെങ്കിൽ ഇവിടെ നിങ്ങൾ മൈനസ് വാല്യൂ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നെഗറ്റീവ് കോറിലേഷൻ ആയിട്ട് എടുത്തോളൂ. അപ്പോൾ ഇതെല്ലാം ഓട്ടോ ഞാൻ കൊടുക്കും. ഓട്ടോ കൊടുത്തു. ഇത്രയും സാധനങ്ങളുടെ മുഴുവൻ കഴിഞ്ഞു. ഇനി രസകരമായൊരു കാര്യം,
നിങ്ങൾക്ക് ചെയ്യുന്ന റിസർച്ചിൻ്റെ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഔട്ട്പുട്ടിനകത്ത് കോറിലേഷൻ വാല്യൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പലപ്പോഴും മെറ്റ അനാലിസിസ് ചെയ്യുന്ന ചില ആൾക്കാർ ചെയ്യുന്ന വെർച്വലി നിങ്ങൾ ആ ഓതറിന് ഏത് ഓതറാണോ ഈ ആർട്ടിക്കിൾ എഴുതിയത് ആ ഓതറിന് മെയിൽ ചെയ്ത് ഓതറിനോട് തന്നെ ചോദിക്കും ഇതിൻ്റെ കോറിലേഷൻ മെറ്റ അനാലിസിസിനുള്ള റോഡായിട്ട് തരാവോ എന്ന് ചോദിച്ചാണ്. ഇപ്പോൾ കോറിലേഷൻ സാമ്പിൾ സൈസും ഇല്ലാതെ അവർ തന്നെയാണ് എല്ലാ വേരിയബിൾസിൻ്റെ കോറിലേഷൻ ടേബിൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ റിസർച്ചുകളൊക്കെ തീസിസൊക്കെ ആണെങ്കിൽ തീസിസിൻ്റെ അപ്പൻഡിക്സിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഡാറ്റ ഫോർ മെറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ടേബിളിൽ ഈ പറഞ്ഞ സാധനം കോറിലേഷൻ വാല്യൂവും സാമ്പിൾ സൈസും കൊടുക്കും. അതിന് താഴെ മെയിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് എറർ ഇത്രയും സാധനങ്ങളുടെ അവിടെയും കൊടുക്കും. അപ്പോൾ ഇത്രയും സംഗതി കൊടുത്തിട്ടുണ്ടോ? ഇത് കൊടുത്തെങ്കിൽ മാത്രമേ ഇനി ഭാവിയിലുള്ള ചെയ്യാൻ പോകുന്ന ആൾക്കാർ മെറ്റ അനാലിസിസ് ഉപയോഗിച്ച് റിസർച്ച് ചെയ്യുന്നവർക്ക് മുഴുവൻ നിങ്ങളുടെ റിസർച്ച് വർക്ക് അവർക്ക് സൈറ്റ് ചെയ്യാനോ അവർ ഉപയോഗിക്കാനോ സാധിക്കുള്ളൂ. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് സൈറ്റേഷൻ ഉണ്ടാകാറോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ചിന് കൂടുതൽ പ്രാധാന്യം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെറ്റ അനാലിസിസിൻ്റെ റോ ടേബിൾ മെറ്റ അനാലിസിസ് ഡാറ്റ നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഭാവിയിലേക്ക് നിങ്ങളുടെ സൈറ്റേഷൻ അധികം പ്രതീക്ഷിക്കേണ്ട. ഇനിയുള്ള കാലങ്ങളിൽ അത് നിർബന്ധമായി വരികയാണ്. അപ്പോൾ ഇത് മിക്കവാറും ഉള്ള റിസർച്ച് ഓതേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉടനെ റിപ്ലൈ ചെയ്യും. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അത് ആ ഡാറ്റ നിങ്ങൾ ഒഴിവാക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതില്ലാതെ മെറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര എൻ്റർ ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഫിഷേഴ്സും എല്ലാം കൂടെ ഇവിടെ തന്നു കഴിഞ്ഞു. കംപ്ലീറ്റ് ഡാറ്റ നിങ്ങളെ കിട്ടി. ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ വാല്യൂവും ഈ സ്റ്റാൻഡേർഡ് എററുമാണ് നിങ്ങൾക്ക് അടുത്ത അനാലിസിന് വേണ്ടി വരുന്നത്. അതായത് നിങ്ങൾക്ക് ഫോറസ്റ്റ് പ്ലോട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൽ എത്ര സ്റ്റഡി ഉണ്ടോ ഓരോ സ്റ്റഡി നെയിം ഇടുക, സ്റ്റഡിയുടെ നെയിം ഇന്ന സ്റ്റഡിയുടെ ഇതെല്ലാം വരും. ടോട്ടൽ കിട്ടുന്ന ഈ ഒരു ഇഫക്റ്റിനെ കിട്ടി ഈ കോംപ്രിഹെൻസീവ് മെറ്റ അനാലിസിസ് എന്ന് പറയുന്നത് വഴി നിങ്ങൾക്ക് ഫിഷേഴ്സ് വാല്യൂ എന്ന് പറയുന്ന സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 0.6 ഞാൻ മുമ്പേ പറഞ്ഞു 0.5 മുകളിലുണ്ടെങ്കിൽ ലാർജ് എഫക്റ്റാണ്. ഇത് ലാർജ് എഫക്റ്റാണ്. 1.2 ലാർജ് എഫക്റ്റാണ്. ഇതിൽ 0.4 ഇതെല്ലാം തന്നെ ലാർജ് എഫക്റ്റാണ് ഫിഷേഴ്സ് വാല്യൂവിനകത്ത് കാണിക്കുന്നത്. എത്രമാത്രം എഫക്റ്റാണ്. ഇനി ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ വേറെ ഒരു സോഫ്റ്റ്വെയർ വെച്ചാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പെയ്ഡായിട്ട് വളരെയധികം സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനകത്തൊന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, മെറ്റ എസെൻഷ്യൽസ്. ഈ അടുത്ത ഭാഗത്ത് നമ്മൾ മെറ്റ എസെൻഷ്യലിലേക്കാണ് പോവുക. ഞാനിവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തോട്ടെ. ഈ പറഞ്ഞ ഇൻസേർട്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻ നിങ്ങൾ കണ്ടിരുന്നു. പല ഓപ്ഷനകത്ത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ആർ വാല്യൂ എന്ന് പറഞ്ഞ മുമ്പേ PPTയിൽ ഞാൻ കാണിച്ച ഈ വാല്യൂ, ഈ ആർ വാല്യൂ കോറിലേഷൻ വാല്യൂവിൻ്റെ ബേസിസ് മാത്രം കാണിച്ചത്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് മീൻ വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് കൊടുക്കാം. ഇനി കോറിലേഷൻ വാല്യൂവിലൂടെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് അതുകൂടെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചെടുക്കാം. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളത് ഈ കൊടുക്കുന്ന എല്ലാ ഇതിലും ഒരേ പാറ്റേണിൽ മാത്രമേ നിങ്ങൾക്ക് മെറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേരിയബിൾ ഉണ്ടോ, ഉദാഹരണമായിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ 5 കമ്പോണൻസ് ഉണ്ട്. ഈ 5 കമ്പോണൻസിനെയും നിങ്ങൾ ഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് കമ്പയർ ചെയ്യുകയാണ് നിങ്ങളുടെ റിസർച്ചെങ്കിൽ ഈ ഓരോ കമ്പോണൻറ്റെയും ബൈവേരിയേറ്റ് അനാലിസിസ് വേരിയബിൾ 1 ടു ഡിപെൻഡൻറ്റ് വേരിയബിൾ, വേരിയബിൾ 2 ടു ഡിപെൻഡൻറ്റ് വേരിയബിൾ, വേരിയബിൾ 3 ടു ഡിപെൻഡൻറ്റ് വേരിയബിൾ, വേരിയബിൾ 4 ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഇതേ രീതിയിൽ എടുത്ത് ചെയ്യേണ്ടി വരും. ഇപ്പം നോർമലി മെറ്റ അനാലിസിസിലുള്ള ഒരു പാറ്റേൺ ഒരു 30 അറൗണ്ട് ഒരു 30ഓളം റിസർച്ചുകൾ എടുത്താൽ അത് വളരെ നല്ല സ്റ്റഡിയാണ് മെറ്റ അനാലിസിസ് എന്നാണ് പറയുക. 10ഉം 15ഉം വെച്ചുള്ള മെറ്റ അനാലിസിസ് കിട്ടും. നിങ്ങൾ ഗൂഗിൾ സ്കോളറിലൊക്കെ കയറി മെറ്റ അനാലിസിസ് എന്ന് നോക്കുകയാണെങ്കിൽ മെറ്റ അനാലിസിസ് ചെയ്ത് വെച്ചേക്കുന്ന റിസർച്ചുകൾ കിട്ടും. അത് നോക്കുകയാണെങ്കിൽ അവർ ചെയ്ത മെത്തേഡുകളും അവർ ചെയ്ത അപ്രോച്ചുകളും കാണും. നിങ്ങളതിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫിഷേഴ്സ് ഇസഡും അല്ലെ ഫിഷേഴ്സ് Z എന്ന് പറയാറുണ്ട്, ഫിഷേഴ്സ് Gയും പിന്നെ പ്ലോട്ട് ഡാറ്റയും ഇപ്പോൾ ഈ 2 സാധനം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് ടോട്ടൽ ഇഫക്റ്റ് സൈസ് എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചതെന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ടോട്ടൽ ഇഫക്റ്റ് സൈസ് കിട്ടിയിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഈ കൊടുത്ത കോറിലേഷനും ഈ പറഞ്ഞ സാമ്പിൾ സൈസും അനുസരിച്ച് എങ്ങനെയാണ് ഇവിടെ ചെയ്തതെന്നുള്ള മാത്രം സ്റ്റാൻഡേർഡ് എറർ വെച്ചുള്ള മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഫിഷേഴ്സ് സിസ്റ്റർ കണ്ടുപിടിച്ചാൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ചില കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ആർ വാല്യൂവിന് പകരമായിട്ട് നിങ്ങൾക്ക് പെർഗ്രഷൻ വാല്യൂ ആയിരിക്കണം, ആർ സ്ക്വയർ വാല്യൂ ആയിരിക്കും. ആർ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ ആർ സ്ക്വയർ വാല്യൂവിനെ തിരിച്ച് ആർ വാല്യൂവിലേക്ക് എത്തിക്കാനും അനോവയുടെ കിട്ടിയേക്കുന്ന സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് വെച്ച് കിട്ടിയേക്കുന്ന F വാല്യൂ വെച്ചുകൊണ്ട് എങ്ങനെ കോറിലേഷനിലേക്ക് എത്തിക്കുക, ഇതിനെല്ലാം ടൂൾസ് നെറ്റിൽ അവൈലബിൾ ആണ്.
അപ്പോൾ കിട്ടുന്ന ഡാറ്റയെ മുഴുവൻ നിങ്ങൾ എന്തിനാണെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ച കോറിലേഷനും സാമ്പിൾ സൈസും വെച്ചാണെങ്കിൽ ഈ കോറിലേഷൻ സാമ്പിൾ സൈസിലേക്ക് കോറിലേഷൻ വാല്യൂവിലേക്ക് അനോവയുടെ വാല്യൂ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും, ടി ടെസ്റ്റിൻ്റെ വാല്യൂ എത്തിക്കാൻ പറ്റും, റിഗ്രഷൻ വാല്യൂവിനെ തിരിച്ച് കോറിലേഷൻ എത്തിക്കാൻ പറ്റും. ഇതെല്ലാം നിലവിൽ അതിനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് ടൂൾസ് മിക്ക തന്നെ പെയ്ഡൊന്നുമല്ല, ഫ്രീ ആയിട്ട് തന്നെ ടൂൾസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നെറ്റിൽ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതിയിട്ട് ഒരു 10 അല്ല ഒരു 20 സ്റ്റഡി എടുത്തിട്ടാണ് 20 സ്റ്റഡിയുടെയൊക്കെ ചെയ്താൽ വളരെ നല്ല റിസർച്ചാണ്. ഇന്നത്തെ കാലത്ത് ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ മെറ്റനാലിസിസ് വഴിയുള്ള റിസർച്ചുകൾക്ക് മാത്രമേ നല്ല സൈറ്റേഷനും നല്ല ആക്സെപ്റ്റൻസും കിട്ടുള്ളൂ. അങ്ങനെ ഒരു അനാലിസിസ് കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക്കേഷൻ ഒരു കാരണവശാലും ഇന്നത്തെ കാലത്ത് എത്ര വലിയ പബ്ലിക്കേഷനിലേക്ക് പോയാലും അത് കുറവ് വരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെയ്തത് 1,00,000 ഒക്കെ ഉള്ള ഡാറ്റയെ നാരോ ചെയ്ത് 40 50 ആക്കിയിട്ട് നമ്മൾ സൈറ്റേഷൻ അനാലിസും ബിബ്ലിയോമെട്രിക് അനാലിസും ഒക്കെ ചെയ്ത് നമ്മൾ എണ്ണം കുറച്ച് നാരോ ചെയ്തു. പിന്നെ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ബാക്കിയുള്ള ലെവലിൽ അനാലിസിലേക്ക് പോയത്. ആ അനാലിസിസ് എടുക്കേണ്ട റിസർച്ച് വർക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായ തീരുമാനമായി. അതിൻ്റെ മാത്രം 20 30 15 എത്രയാണെങ്കിൽ അത്ര എണ്ണത്തിൻ്റെ മാത്രം ഓരോന്നിൻ്റെയും കോറിലേഷൻ വാല്യൂ സാമ്പിൾ സൈസും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് മെറ്റാ അനാലിസിലേക്ക് പോകാം.